My name is Afsal KF, Assistant Professor, ACE College of Engineering. ഇന്ന് നമ്മളിവിടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിന്റെ ബേസിക്സും ഇൻട്രൊഡക്ഷനും നമ്മൾ പറയുകയാണ്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നാം ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. പ്രൊജക്ഷൻ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണുള്ളത്. വളരെ സിമ്പിളായി നമുക്ക് പറയാം, ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രൊജക്ഷൻ നമ്മൾ രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട്: പാരലൽ പ്രൊജക്ഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. നമ്മൾ നോക്കുമ്പോൾ നിങ്ങളൊരു ഒബ്ജക്റ്റിനെ നോക്കുവാണെങ്കിൽ അതിന്റെ പ്രൊജക്ടേഴ്സ് അല്ലെങ്കിൽ റേസ് പാരലൽ ആയിട്ട് പോവുകയാണെങ്കിൽ നാം അതിനെ പാരലൽ പ്രൊജക്ഷൻ എന്ന് വിളിക്കും. അതല്ല, ഇത് നോൺ പാരലൽ ആണ്, ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് പോവുകയാണെങ്കിൽ നാം അതിനെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ആദ്യമായി നമ്മൾ പ്രൊജക്ഷനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിക്കുന്നു. ഒന്ന് പാരലൽ പ്രൊജക്ഷൻ, രണ്ടാമത്തത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഇതിൽ നാം പാരലൽ പ്രൊജക്ഷനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ നമുക്ക് മറ്റൊരു ചാപ്റ്റർ ആയിട്ട് പിന്നീട് നോക്കാം. പാരലൽ പ്രൊജക്ഷനെ നാം വീണ്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നും രണ്ടാമത്തേത് ഒബ്ലിക് പ്രൊജക്ഷൻ എന്നുമാണ്. നമുക്കറിയാം, പാരലൽ റേസ് യൂസ് ചെയ്ത് നാം പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പാരലൽ പ്രൊജക്ഷൻ എന്ന് നാം വിളിച്ചിരുന്നത്. ഈ പാരലൽ റേസ് ഒരു പ്ലെയിനിലേക്ക് ചെന്ന് വീഴുന്നത് 90 ഡിഗ്രി ആംഗിളിലാണെങ്കിൽ നാം അതിനെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുകയും, എന്നാൽ 90 ഡിഗ്രി അല്ലാതെ മറ്റൊരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലാണ് പ്ലെയിനിലേക്ക് ചെല്ലുന്നതെങ്കിൽ നാം അതിനെ ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറയുകയും ചെയ്യും. ഇവിടെ നാം ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ മറ്റ് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ ഇനിയും നാം രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യും. അവയാണ്: ഒന്നാമത്തേത് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ, രണ്ടാമത്തേത് ഓക്സോണോമെട്രിക് പ്രൊജക്ഷൻ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ മൾട്ടി വ്യൂ പ്രൊജക്ഷനും ഓക്സോണോമെട്രിക് പ്രൊജക്ഷനും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് പാരലൽ റേസ് ഓഫ് സൈറ്റ് 90 ഡിഗ്രി ആംഗിളിൽ പ്ലെയിനിലേക്ക് പതിക്കുന്ന പ്രൊജക്ഷൻസിനെയാണ് നാം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ഇനിയും നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അവ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്നിവയാണ്. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും നമ്മൾ പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സും മറ്റും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നാം യൂസ് ചെയ്തത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയിരുന്നു. എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുന്നു എന്നുള്ള അസംഷനിൽ നാം അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുന്നതിനെയാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനുമാണ് നാം സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനും ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷനും പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഒരല്പം കൺഫ്യൂസിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവയെ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു റെക്ടാംഗുലർ പ്രിസം ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ പ്രിസത്തിനെ നാം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നാം പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു XY ലൈൻ ഉണ്ടായിരിക്കുന്നതാണ്. ടോപ്പ് വ്യൂവിൽ നമുക്ക് ഒരു
ബേസ് കാണാം. ഫ്രണ്ട് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്കതിന്റെ ഹൈറ്റും മനസ്സിലാവുന്നതാണ്. അപ്പൊ ഈ ഡയമെൻഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആയിരിക്കുന്നതാണ്. നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ അതിന്റെ ഹൈറ്റും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ സോളിഡിന് 3 ഡയമെൻഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ലെങ്ത്, ഒരു ബ്രെഡ്ത്ത്, ഒരു ഹൈറ്റ് എന്നീ 3 ഡയമെൻഷൻസ് ആണ്. ഈ 3 ഡയമെൻഷൻ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 2 വ്യൂസ് ആണ് നമുക്ക് വേണ്ടി വന്നത്. അതിന്റെ ടോപ്പ് വ്യൂവും അതിന്റെ ഫ്രണ്ട് വ്യൂവും നമുക്ക് വേണ്ടി വന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ വ്യൂ ഉപയോഗിച്ചാണ് നമ്മളൊരു ഒബ്ജക്റ്റിന്റെ എല്ലാ ഡയമെൻഷൻസും നമുക്ക് കിട്ടുന്നത് എങ്കിൽ നമ്മൾ അതിനെയാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. എന്നാൽ ഓക്സോണോമെട്രിക് പ്രൊജക്ഷനിൽ ഒരു സിംഗിൾ വ്യൂ ഉപയോഗിച്ച് തന്നെ ഒരു ഒബ്ജക്റ്റിന്റെ എല്ലാ ഡയമെൻഷൻസും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ ഒരു സിംഗിൾ വ്യൂ പ്രൊജക്ഷൻ എന്നും നമുക്ക് പറയാവുന്നതാണ് ഓക്സോണോമെട്രിക് പ്രൊജക്ഷനെ. ഓക്സോണോമെട്രിക് പ്രൊജക്ഷനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്സോണോമെട്രിക് പ്രൊജക്ഷനെ ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഡൈമെട്രിക് പ്രൊജക്ഷൻ, ആൻഡ് ട്രൈമെട്രിക് പ്രൊജക്ഷൻ എന്നിങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ള മെയിൻ ടോപ്പിക്. എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നുള്ളതാണ്. നമുക്കിതിൽ നിന്ന് മനസ്സിലായത് ഒരു സിംഗിൾ വ്യൂ യൂസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റിന്റെ എല്ലാ ഡയമെൻഷനെയും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നാം അതിനെ ഓക്സോണോമെട്രിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു. ഓക്സോണോമെട്രിക് പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഐസോമെട്രിക്, ഡൈമെട്രിക് ആൻഡ് ട്രൈമെട്രിക് പ്രൊജക്ഷൻ. ഇനി എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു റെക്ടാങ്കുലർ പ്രിസം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ റെക്ടാങ്കുലർ പ്രിസത്തിന് നമുക്ക് 3 ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ലെങ്ത്, ഒരു ബ്രെഡ്ത്ത്, ഒരു ഹൈറ്റ്. എന്നാൽ നമ്മൾ ഇത്രയും നാളും പഠിച്ച പ്രൊജക്ഷൻ വെച്ച് ഈ 3 ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 വ്യൂസ് വേണ്ടിവരും. ഒരു ടോപ്പ് വ്യൂവും ഒരു ഫ്രണ്ട് വ്യൂവും വേണ്ടിവരും. എന്നാൽ ഒറ്റ വ്യൂവിൽ തന്നെ, ഒരു വ്യൂവിൽ തന്നെ എങ്ങനെ ഈ 3 ഡയമെൻഷൻസ് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഇരുന്ന ക്യൂബിനെ ഞാൻ അല്പം ഒന്ന് ടിൽറ്റ് ചെയ്യുന്നു. അതിന്റെ ഒരു എഡ്ജ് മുന്നിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ ടിൽറ്റ് ചെയ്യുന്നു. അതിനുശേഷം ബേസ് കാണുന്ന രീതിയിൽ ഞാൻ ഫ്രണ്ടിലേക്ക് ടിൽറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന ഫിഗറിൽ നിങ്ങൾക്ക് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നീ 3 ഡയമെൻഷൻസും കാണാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് നാം ഓക്സോണോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫിഗറിൽ വരച്ച് നോക്കാം. അതെങ്ങനെ ഇരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നാം ഒരു ഓക്സോണോമെട്രിക് വ്യൂ വരച്ചു നോക്കുകയാണ്. അപ്പൊ ഈ ഫിഗറിൽ നിന്നും നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് അതിന്റെ ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് ബ്രെഡ്ത്ത് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഹൈറ്റും ഒരേ വ്യൂവിൽ തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ആക്സസുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു.
ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ പോയിന്റിനെ O എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ OA, OB, and OC. ഈ 3 ആക്സിസുകളും ഈക്വലി ഇൻക്ലൈൻഡ് ആണെങ്കിൽ നാം അതിനെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു. ഐസോമെട്രിക് ഡ്രോയിങ് എന്നാണ് നാം അതിനെ വിളിക്കുന്നത്. അപ്പൊ ഇത് 3 ആക്സിസുകളും ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ 3 ആക്സിസിന് ഇടയ്ക്കുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കണം. നമുക്കറിയാം ഒരു പോയിന്റിന് ചുറ്റും ആംഗിൾ 360 ഡിഗ്രി ആണ്. അവ ഈക്വൽ ആവണമെങ്കിൽ 360 ഡിവൈഡ് ബൈ 3 ഇവക്കിടയിലുള്ള ഓരോ ആംഗിളും 120 ഡിഗ്രി ആയിട്ട് മാറുന്നതാണ്. ഞാൻ ഈ ഓരോ ആംഗിളിനെയും ആൽഫ, ബീറ്റ, ഗാമ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 120 എന്നുള്ള കണ്ടീഷൻ വന്നാൽ അങ്ങനെയുള്ള ഡ്രോയിങ്സിനെയാണ് നാം ഐസോമെട്രിക് ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിനി മനസ്സിലാക്കാം, ഐസോമെട്രിക് എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. ഇനി എന്താണ് ഡൈമെട്രിക് പ്രൊജക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു ഡൈമെട്രിക് പ്രൊജക്ഷനിൽ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, എന്നാൽ മൂന്നാമത്തെ ആംഗിൾ നോട്ട് ഈക്വൽ ആയിരിക്കുകയാണ് ഡയമെട്രിക് പ്രൊജക്ഷന്റെ കണ്ടീഷൻ. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബട്ട് ഇറ്റ് വിൽ ബി നോട്ട് ഈക്വൽ ടു ഗാമ. എന്നാൽ ട്രൈമെട്രിക് പ്രൊജക്ഷനിലാണെങ്കിൽ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ എന്നുള്ളതാണ്. ഈ 3 എണ്ണത്തിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമുക്കറിയാം 3 ആക്സിസുകളും ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ താഴെ ഈ പോയിന്റുമായി ചേർത്ത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് അറിയാവുന്നത് ഈ ആംഗിള് 120 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് 120 ഡിഗ്രി ആംഗിൾ കിട്ടുന്നതായിരിക്കും. ബിക്കോസ് ദിസ് ലൈൻ ഈസ് പാരലൽ ടു ദിസ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ് ലഭിക്കുന്നത്. ഈ സൈഡ് 30 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡും നമുക്ക് സെയിം മെത്തേഡിൽ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കണമെങ്കിൽ നാം ചെയ്യുന്നത് 2 ബേസ് എഡ്ജ് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നാം ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നു. അവിടെ നിന്നാണ് പിന്നീട് നാം ഓരോ വാല്യൂസ് അതിന്റെ ഡയമെൻഷൻ അനുസരിച്ച് ഐസോമെട്രിക് വ്യൂ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് നാം അതിന്റെ ബേസ് എഡ്ജുകൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുക. അടുത്തതായി എന്താണ് ഐസോമെട്രിക് ആക്സിസ്, ഐസോമെട്രിക് ലൈൻസ് ആൻഡ് ഐസോമെട്രിക് പ്ലെയിൻ എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇത് കുറച്ച് ടെർമിനോളജീസ് ആണ്. ഇവ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നാം മനസ്സിലാക്കാം. ഇവിടെ നാം കൺസ്ട്രക്ട് ചെയ്ത OA, OB, OC എന്നീ ആക്സിസുകളെയാണ് നാം ഐസോമെട്രിക് ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മുടെ ഐസോമെട്രിക് ആക്സിസ് എന്ന് പറയുന്നത് OA, OB ആൻഡ് OC എന്നീ ആക്സിസുകളാണ്. അടുത്തതായി എന്താണ് ഐസോമെട്രിക് ലൈൻ എന്ന് നമുക്ക് നോക്കാം. ഐസോമെട്രിക്
ലൈൻ എന്ന് പറയുന്നത് എനി ലൈൻ പാരലൽ ടു എനി ഓഫ് ദി ഐസോമെട്രിക് ആക്സിസ് ഇസ് കോൾഡ് ആൻ ഐസോമെട്രിക് ലൈൻ. ഏതെങ്കിലും ഒരു ഐസോമെട്രിക് ആക്സിസിന് പാരലൽ ആയി വരുന്ന ലൈനുകളെയാണ് നാം ഐസോമെട്രിക് ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഈ ലൈൻ അത് OB എന്ന ആക്സിസിന് പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു ഐസോമെട്രിക് ലൈനായി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ മറ്റൊരു ലൈൻ കൺസിഡർ ചെയ്യുകയാണ്. PQ എന്നൊരു ലൈൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും PQ എന്ന് പറയുന്നത് OB എന്ന ആക്സിസിന് പാരലൽ തന്നെയാണ്. അതുകൊണ്ട് PQ എന്നുള്ളതും ഒരു ഐസോമെട്രിക് ലൈൻ ആണ്. എന്നാൽ ഞാൻ ഇവിടെ മറ്റൊരു ലൈൻ കൺസിഡർ ചെയ്യുന്നു. RS. ഇവിടെ നാം കൺസിഡർ ചെയ്ത RS എന്നുള്ള ലൈന് OAക്കോ OBക്കോ അല്ലെങ്കിൽ OCക്കോ പാരലൽ അല്ലാത്തത് കൊണ്ട് തന്നെ RS ഈസ് നോട്ട് ആൻ ഐസോമെട്രിക് ലൈൻ. അപ്പോൾ ഒരു ലൈൻ ഐസോമെട്രിക് ലൈൻ ആകുന്നത് എപ്പോഴാണ്? ഒരു ലൈൻ ഏതെങ്കിലും ഒരു ഐസോമെട്രിക് ആക്സിസിന് പാരലൽ ആവുകയാണെങ്കിൽ ആ ലൈനിനെ നമുക്ക് ഐസോമെട്രിക് ലൈൻ എന്ന് വിളിക്കാം. അടുത്തതായിട്ട് നാം മനസ്സിലാക്കാനുള്ളത് എന്താണ് ഒരു ഐസോമെട്രിക് പ്ലെയിൻ എന്നുള്ളതാണ്. ഐസോമെട്രിക് ലൈൻസ് ചേർന്നുണ്ടാകുന്ന ഒരു പ്ലെയിനെയാണ് നാം ഐസോമെട്രിക് പ്ലെയിൻ എന്ന് വിളിക്കുക. എ പ്ലെയിൻ ബൗണ്ടഡ് ബൈ ഐസോമെട്രിക് ലൈൻസ് ആർ കോൾഡ് ഐസോമെട്രിക് പ്ലെയിൻസ്. ഉദാഹരണത്തിന് 1, 2, 3, 4 എന്ന് 4 പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ 1, 2, 3, 4 എന്ന് പറയുന്ന പ്ലെയിനെ കൺസിഡർ ചെയ്യുക. നമുക്കറിയാം 1, 2 എന്ന് പറയുന്നത് ഒരു ഐസോമെട്രിക് ലൈൻ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് പാരലൽ ടു ദി ആക്സിസ് OC. അതുപോലെ തന്നെ 2, 3 എന്ന് പറയുന്നതും ഒരു ഐസോമെട്രിക് ലൈൻ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് പാരലൽ ടു OA. മറ്റ് രണ്ട് സൈഡുകൾ നോക്കിക്കഴിഞ്ഞാലും അവ ഐസോമെട്രിക് ലൈൻസ് തന്നെയാണ്. കാരണം ആ ലൈൻ എഡ്ജസും ഐസോമെട്രിക് ആക്സിസിന് പാരലാണ്. ഇതുപോലെ ഐസോമെട്രിക് ലൈൻസ് ബൗണ്ട് ചെയ്തുണ്ടാകുന്ന ഒരു പ്ലെയിനെ നാം ഐസോമെട്രിക് പ്ലെയിൻ എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ ഉണ്ടാകുന്നതെന്ന് നാം നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ഇരുന്ന ഒരു പ്രസത്തിനെ നാം ഈ രീതിയിൽ ടിൽട്ട് ചെയ്യുമ്പോഴാണ്, സച്ച് ദാറ്റ് ആംഗിൾ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ 120 ഡിഗ്രി ഇൻക്ലിനേഷൻ വരുമ്പോഴാണ് ഇതിനെ ഒരു ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് നാം വിളിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ ഇരുന്നപ്പോൾ ഉള്ള ഈ ഹൈറ്റ് അതിന്റെ ട്രൂ ലെങ്ത് ആയിരുന്നു. എന്നാൽ ഇതിനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഹൈറ്റ് റെഡ്യൂസ് ആയി. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ബാക്കി ഡയമെൻഷൻസും റെഡ്യൂസ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നാം ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്ന സമയത്ത് ട്രൂ ലെങ്തിൽ നിന്നും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്, ഒരു ലെങ്ത് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതിന്റെ സ്കെയിൽ റെഡ്യൂസ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഐസോമെട്രിക് സ്കെയിൽ എന്നും അത് എന്തുമാത്രം റെഡ്യൂസ് ആകുന്നു എന്നും നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. ഇവിടെ നാം ഒരു ഐസോമെട്രിക് വ്യൂ വരച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആയിരിക്കും ഈ ആംഗിൾ എന്ന് നമുക്കറിയാം. ഇത് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ടോപ്പിലെ ഈ ആംഗിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദിസ് ഓൾസോ വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാവുന്നത് നമ്മളുടെ സോളിഡിന്റെ രണ്ട് എഡ്ജസ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നും അവയുടെ പകുതി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയഗണൽ വരച്ചതിന് ശേഷം അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 45 ഡിഗ്രി ആണ് ആംഗിൾ കിട്ടുന്നതെന്നും നമുക്കറിയാം. അതായത് ട്രൂ ആംഗിൾ ഇസ്
45 ഡിഗ്രി. പക്ഷെ നാം ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചു കഴിയുമ്പോൾ അത് 30 ഡിഗ്രി ആംഗിൾ ആയിട്ടാണ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ട്രൂ ആംഗിളും കൂടെ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് 45 ഡിഗ്രിയുടെ ട്രൂ ആംഗിൾ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടുന്ന് 45 ഡിഗ്രി എടുത്ത് ഒരു ആംഗിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ലൈനിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ നാം ഒന്ന് ശ്രദ്ധിക്കുക. എ ബി സി ഡി എന്നിങ്ങനെ നെയിം ചെയ്യുന്നു. ഈ ഒരു ട്രയാങ്കിൾ നാം ശ്രദ്ധിക്കുക. ഇവിടെ എ സി എന്ന് പറയുന്നത് നമ്മളുടെ ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു എഡ്ജ് ആയിരുന്നു. എ ഡി എന്ന് പറയുന്ന 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉള്ളത് ട്രൂ ആംഗിൾ ആയിരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് ട്രയാങ്കിൾസിനും എ ബി എന്ന ബേസ് സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻ ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബേസ് എ ബി will be equal to AC cos 30 എന്ന് എനിക്ക് എഴുതാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ട്രയാങ്കിൾ എ ബി ഡി ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇൻ ട്രയാങ്കിൾ എ ബി ഡി എ ബി എന്ന ബേസ് എഡ്ജിനെ എനിക്ക് എ ഡി കോസ് 45 എന്ന് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്നത് ഒരു കോമൺ സൈഡ് ആയിരുന്നു. നമുക്ക് എ ബിയെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് എ സി കോസ് 30 ഈസ് ഈക്വൽ ടു എ ഡി കോസ് 45. ഇവിടെ നിന്ന് നമുക്ക് എ സി ബൈ എ ഡി എന്ന റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കോസ് 30 ഡിവൈഡഡ് ബൈ കോസ് 45 എന്ന ആംഗിൾ ലഭിക്കുന്നതാണ്. ഇനി എന്താണ് എ സി, എന്താണ് എ ഡി എന്നത് നമുക്ക് മനസ്സിലാക്കാം. എ സി എന്ന് പറയുന്നത് നമ്മളുടെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമുക്കുണ്ടായിരുന്ന ലെങ്ത് ആയിരുന്നു എ സി. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നാം കൺസിഡർ ചെയ്ത ലെങ്ത് ആയിരുന്നു എ സി. എന്നാൽ എ ഡി എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ഉള്ള സമയത്ത് നാം കൺസിഡർ ചെയ്തിരുന്ന ലെങ്ത് ആണ്. അപ്പോൾ എ സി എന്ന് പറയുന്നത് ഐസോമെട്രിക് ലെങ്ത് ആണ്. എ ഡി എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. സോ ഐസോമെട്രിക് ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രൂ ലെങ്ത് എന്നുള്ള ഒരു റേഷ്യോ ആണ് ഇവിടെ കിട്ടുന്നത്. ഇതിനെയാണ് നാം ഐസോമെട്രിക് സ്കെയിൽ എന്ന് വിളിക്കുക. സോ ഐസോമെട്രിക് സ്കെയിൽ ഇസ് ഈക്വൽ ടു ഐസോമെട്രിക് ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രൂ ലെങ്ത് ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു നമുക്കിവിടെ കിട്ടാൻ പോവുക കോസ് 30 ഡിവൈഡ് ബൈ കോസ് 45 എന്നുള്ളതാണ്, വിച്ച് ഇസ് √2 ഡിവൈഡഡ് ബൈ √3, which is √2 divided by √3, and the answer will be റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ 0.8
0.816 എന്നും അതിന് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 0.82 എന്നും നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇതിന്റെ അർത്ഥം നമുക്കൊരു ഐസോമെട്രിക് പ്രൊജക്ഷനിൽ കിട്ടാൻ പോകുന്ന ലെങ്ത് ട്രൂ ലെങ്തിന്റെ 82% ആയിരിക്കും. അതായത് ട്രൂ ലെങ്ത് 100 mm ആണെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ അത് 82 mm ആയിരിക്കും. എപ്പോഴും ലെങ്ത് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ലെങ്ത് റെഡ്യൂസ്ഡ് ആയി കാണപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തതായി എന്താണ് ഐസോമെട്രിക് വ്യൂ, എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചോദ്യത്തിൽ മിക്കവാറും ചിലപ്പോൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനായിരിക്കും പറയുക, ചിലപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനായിരിക്കും പറയുക. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ലെങ്തിനെ ബേസ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഫിഗറിനെയാണ് ഐസോമെട്രിക് വ്യൂ എന്ന് പറയുക. ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ട്രൂ ലെങ്ത്. ചോദ്യത്തിൽ തരിക മിക്കവാറും ട്രൂ ലെങ്ത് ആണെങ്കിൽ ആ ട്രൂ ലെങ്തിനെ ബേസ് ചെയ്തുകൊണ്ട് നാം വരയ്ക്കുന്ന ഫിഗറിനെയാണ് ഐസോമെട്രിക് വ്യൂ എന്ന് വിളിക്കുക. എന്നാൽ ഐസോമെട്രിക് ലെങ്തിനെ ബേസ് ചെയ്തുകൊണ്ട് നാം വരയ്ക്കുന്ന ഫിഗറിനെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. കുറച്ചു മുന്നേ നാം മനസ്സിലാക്കി ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുമ്പോൾ ട്രൂ ലെങ്തിനെക്കാളും കുറവായിരിക്കും, റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും എന്ന് നാം മനസ്സിലാക്കി. 82%, ഓൾമോസ്റ്റ് 82% റെഡ്യൂസ്ഡ് ആയിരിക്കും എന്ന് നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഐസോമെട്രിക് വ്യൂ വിൽ ബി ബിഗർ ദാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ. ട്രൂ ലെങ്തിൽ നാം വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനെക്കാളും കുറച്ചും കൂടെ സൈസിൽ വലിയൊരു ബിഗർ ആയിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടുന്നതാണ്. ഇനി എങ്ങനെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുക അല്ലെങ്കിൽ ഈ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതിനനുസരിച്ച് 0.82 ടൈംസ് ആണ് ഐസോമെട്രിക് ലെങ്ത് എന്നറിയാം. എന്നാലും പക്ഷെ വരയ്ക്കുമ്പോൾ ട്രൂ ലെങ്തിനെ 0.82 ടൈംസ് ഇൻറ്റു ചെയ്ത് നിങ്ങൾ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കരുത്. അതിനു വേണ്ടിയിട്ട് ഐസോമെട്രിക് സ്കെയില് കൺസ്ട്രക്ട് ചെയ്താണ് നാം ഇവിടെ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നാം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. AB എന്ന് നാം അതിനെ നെയിം ചെയ്യുന്നു. ട്രൂ ലെങ്ത് നമുക്കറിയാം 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ നാം ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ 30 ഡിഗ്രി ആംഗിളിലും നാം ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇവിടെ 45 ഡിഗ്രി ആംഗിളിൽ നാം കൺസ്ട്രക്ട് ചെയ്തത് ട്രൂ ലെങ്തും 30 ഡിഗ്രിയിൽ നാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഐസോമെട്രിക് ലെങ്തും ആയിരിക്കും. 45 ഡിഗ്രി ആംഗിളിലുള്ള ലൈനിൽ നാം നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഫിഗറിൽ 70 mm എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മുടെ സ്കെയിൽ ഇവിടെ വയ്ക്കുക. ദിസ് വിൽ ബി 0, 1, 2, 3, 4, 5, 6, 7 എന്നിങ്ങനെ നമ്മുടെ സ്കെയിലിൽ വെച്ച് 7 സെന്റിമീറ്റർ അല്ലെങ്കിൽ 70 mm മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് ട്രൂ ലെങ്ത് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി എങ്ങനെ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കും എന്ന് 70 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള 70 mm ട്രൂ ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 mm ട്രൂ ലെങ്തിന്റെ ലൈനിൽ നാം എടുക്കുക. അവിടെ നിന്നും നേരെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഒരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് 70 ഐസോ അല്ലെങ്കിൽ ഐസോമെട്രിക് ലെങ്ത് കറസ്പോണ്ടിങ് ടു 70 mm ഓഫ് ട്രൂ ലെങ്ത്. ഞാൻ അതിനെ 70 ഐസോ എന്ന് വിളിക്കുന്നു. 0 മുതൽ ഇവിടം വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് 70 mm ട്രൂ ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഐസോമെട്രിക് ലെങ്ത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൂ ലെങ്ത് 45 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉള്ള ലൈനിൽ മാർക്ക് ചെയ്യുന്നതാണ്. എത്രയാണോ നിങ്ങൾക്ക്
ട്രൂ ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് വേണ്ടത് ആ പോയിന്റിൽ നിന്നും നേരെ ഒരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് പ്രൊജക്ട് ചെയ്യുക. അത് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അറ്റത്തു നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആയിരിക്കും നിങ്ങളുടെ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കുന്ന അവസരത്തിൽ ഏറ്റവും ആദ്യം ഈ ഫിഗർ വരച്ചിട്ട് തന്നെ ചെയ്യണം. കാരണം പരീക്ഷകൾക്ക് ഈ ഫിഗറിന് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ട്രൂ ലെങ്ത് വെച്ച് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ അതിനെ ഐസോമെട്രിക് വ്യൂ എന്ന് വിളിക്കും. ഐസോമെട്രിക് ലെങ്ത് വെച്ചാണ് നമ്മൾ ഫിഗർ വരയ്ക്കുന്നതെങ്കിൽ നാം അതിനെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സുകളിൽ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ മറ്റു പല ടോപ്പിക്സ് നമുക്ക് പരിചയപ്പെടാം. അടുത്ത വീഡിയോയിലേക്ക് കാണും വരെയും നമസ്കാരം.